ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ട്രിഗ്നോമെട്രിയിലെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ചോദ്യത്തിൻ്റെ ബാക്കി കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. അതിൽ 4ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ചിത്രത്തിൽ കുത്തനെയുള്ള വരകൾ ഒരേ അകലം ഇടവിട്ടാണ് വരച്ചിരിക്കുന്നത്. അവയുടെ ഉയരങ്ങൾ സമാന്തര ശ്രേണിയിലാണ് എന്ന് തെളിയിക്കുക. ഒപ്പം പൊതുവ്യത്യാസം എത്രയാണെന്ന്. പൊതുവ്യത്യാസം തുല്യമാണെങ്കിൽ അതെന്തായിരിക്കും? ഈക്വൽ ആയിട്ടാണ് കൂടുന്നത് എങ്കിൽ അതൊരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. ഇതാണ് ഫിഗർ. ഇതിൽ ഈ കുത്തനെയുള്ള വരകൾ എന്താണ്? തുല്യമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം ചിത്രം വരച്ചിട്ടുണ്ട്. ഇതാണ് ഫിഗർ. ഫിഗറിൽ ആദ്യം പേര് കൊടുത്തു ABCDE, അതുപോലെ APQRS എന്ന് പേര് കൊടുത്തു. ഇനി ഇവിടെയുള്ള എല്ലാ ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഡിസ്റ്റൻസ് y എന്ന് കൊടുത്തു. ഈ A മുതൽ B വരെ ഡിസ്റ്റൻസ് x എന്നും കൊടുത്തു. ആദ്യം ABP എന്ന ട്രയാങ്കിൾ എടുത്തു. ആ ട്രയാങ്കിളിലെ ഈ PB എന്ന ലെങ്ത് നമുക്ക് അറിയില്ല. അപ്പം ഞാൻ ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല, പക്ഷെ അഡ്ജസൻറ്റ് സൈഡ് അറിയാമെങ്കിൽ നമ്മൾ ഏതാണ് എടുക്കുക? ടാൻ എന്താണ്? ടാൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ടാൻ 40 ഈക്വൽ ടു PB. ടാൻ എയുടെ 40യുടെ ഓപ്പോസിറ്റ് PB ബൈ AB. AB എന്താണ്? X. അപ്പോൾ ടാൻ 40 ഈക്വൽ ടു PB ബൈ X എന്ന് കൊടുത്തു. PB നമുക്കറിയില്ല, അപ്പോൾ PB അവിടെ നിർത്തി. X ഈ ടാൻ 40ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ PB ഈക്വൽ ടു X ഇൻറ്റു ടാൻ 40 എന്ന് എടുത്തു. ഇനി അടുത്തത് ACQ എന്ന ട്രയാങ്കിൾ എടുക്കുമ്പോൾ ACQ ടാൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? QC ബൈ AC അല്ലേ? QC നമുക്ക് എങ്ങനെ പറയാം? A to B, B to C ആണ്. അപ്പോൾ AC ഈക്വൽ ടു A മുതൽ B വരെ X, B മുതൽ C വരെ Y. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? AC എന്താണ്? X പ്ലസ് Y എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് QC ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്? ഇവിടുത്തെ AC ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? ഇൻറ്റു ആയി. അപ്പോൾ നമുക്ക് AC അറിയാം X പ്ലസ് Y. അപ്പോൾ X പ്ലസ് Y ഇൻറ്റു ടാൻ 40 എടുത്തു. അത് ഉള്ളിലേക്ക് ഗുണിക്കുമ്പോൾ X ഇൻറ്റു ടാൻ 40 X ടാൻ 40, Y ഇൻറ്റു ടാൻ 40 Y ടാൻ 40 എന്നെടുത്തു. ഇനി അടുത്തത് ADR എന്ന ട്രയാങ്കിൾ കൂടി എടുക്കുകയാണെങ്കിൽ അതിൽ ടാൻ 40 ഈക്വൽ ടു ഏതാണ്? ADR, RD ബൈ AD എന്നെടുക്കും നമ്മൾ അല്ലേ? അപ്പോൾ ADനെ എങ്ങനെ എഴുതാൻ പറ്റും? AD ഈക്വൽ ടു AB പ്ലസ് BC പ്ലസ് CD ആണ്. അപ്പോൾ X പ്ലസ് ഒരു y കൂടെ ഒരു y കൂട്ടിക്കഴിഞ്ഞാൽ 2y. അപ്പോൾ കിട്ടി ടാൻ 40 ഈക്വൽ ടു RD ബൈ AD. AD എന്താണ്? X പ്ലസ് 2y. ഇനി ഈ ഇതിലെ RD കണ്ടുപിടിക്കാൻ X പ്ലസ് 2yനെ ടാൻ 40ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ RD ഈക്വൽ ടു X പ്ലസ് 2y ഇൻറ്റു ടാൻ 40 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഗുണിക്കുക. X ഇൻറ്റു ടാൻ 40 X ടാൻ 40, 2y ഇൻറ്റു ടാൻ 40 2y ടാൻ 40 എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്? ഇതിനെ ഓരോ ടേമും ആയി നമുക്ക് QC കിട്ടി. ആദ്യം PB നമ്മൾ എഴുതി X ടാൻ 40. അടുത്ത എന്താ നമുക്ക് കിട്ടിയത്? X ടാൻ 40 പ്ലസ് Y ടാൻ 40 അത് എഴുതി. മൂന്നാമത്തത് എന്താ കിട്ടിയത്? X ടാൻ 40 പ്ലസ് 2Y ടാൻ 40. ഇവിടെ എല്ലാത്തിലും X ടാൻ 40 കോമൺ ആണ്. എത്ര വീതമാണ് കൂടി വരുന്നത്? ഇവിടെ Y ടാൻ 40, ഇവിടെയും Y ടാൻ 40 ആണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ X ടാൻ 40 പ്ലസ് Y ടാൻ 40 ഇതാണ് സെക്കൻഡ് ടേം, മൈനസ് ഫസ്റ്റ് ടേം എന്താണ്? X ടാൻ 40. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും X ടാൻ 40, ഇവിടെ പ്ലസ് X ടാൻ 40, ഇവിടെ മൈനസ് X ടാൻ 40. രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? Y ടാൻ 40. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? Y ടാൻ 40 വീതമാണ് കൂടി വരുന്നത്. അപ്പോൾ നമുക്കിത് പറയാൻ പറ്റും ഇതെന്താണ്? ഇവിടെ ഉയരങ്ങൾ തമ്മിലുള്ള
ഉയരങ്ങൾ എന്തായിരിക്കും? സമാന്തര ശ്രേണിയിൽ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇതാണ് 4ാമത്തെ ചോദ്യം. ഇനി 5ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് റെഗുലർ പെൻഡഗൺ ഓഫ് സൈഡ് 10 സെന്റിമീറ്റർ. അതായത് ഒരു റെഗുലർ സമപഞ്ചഭുജത്തിന്റെ ഒരു വശം 10 സെന്റിമീറ്റർ ആണെങ്കിൽ ആ സമപഞ്ചഭുജത്തിന്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു ചിത്രം വരച്ചു. ഇതാണ് സമപഞ്ചഭുജമായിട്ട് ഞാൻ റഫായിട്ട് വരച്ചിരിക്കുന്നത്. അതിലെ ഒരു വശം നമുക്ക്, അതായത് എല്ലാ വശവും എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ AB എന്ന വശം 10 സെന്റിമീറ്റർ എന്ന് എടുത്തു കഴിഞ്ഞാൽ അവയാണ് ഞാൻ എന്ത് ചെയ്യണം? ഓരോ മൂലകളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് സെന്റർ ഭാഗത്തു കൂടെ കടന്നുപോയി. ഇനി നമുക്ക് ABC എന്ന ഒരു ട്രയാങ്കിൾ ഞാൻ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. AB 10 ആണെങ്കിൽ A മുതൽ ഈ പോയിന്റ് വരെയും ഇവിടുന്ന് ഇതുവരെ എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് 5 സെന്റിമീറ്റർ, ഇതും 5 സെന്റിമീറ്റർ ആയി. അപ്പം ഞാൻ ആദ്യം എഴുതി ഈച്ച് ആംഗിൾ, അതായത് ഒരു സമപഞ്ചഭുജത്തിന്റെ ഓരോ കോണും എത്ര ഡിഗ്രി വീതമായിരിക്കും? ഓരോ കോണും എത്രയാണ്? 108 ഡിഗ്രി വീതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം 108 ആണെങ്കിൽ ഈ ഓരോ ആംഗിളും എത്രയായിരിക്കും? 108ന്റെ പകുതി എടുത്തു. എത്രയാണ്? 54 ഡിഗ്രി വീതമായി. ഓരോ കോണും 54 ഡിഗ്രി വീതം. അപ്പം നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തിയിട്ട് ഇവിടെ മൊത്തം എത്ര ട്രയാങ്കിൾ ഉണ്ട്? 5 എണ്ണം. 5ആയിട്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെൻഡഗണിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ എഴുതി ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിൻ്റെ പരപ്പളവ് ½ × B × H. B നമുക്കറിയാം എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ B = 10. പക്ഷെ നമുക്ക് എന്തറിയില്ല? ഹൈറ്റ് അറിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഏതെടുക്കുക? അഡ്ജസൻറ്റ് സൈഡ് അറിയാം, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല. അപ്പോൾ tan 54 = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 54ന്റെ ഹൈറ്റ് ആണ് അല്ലേ? അപ്പോൾ H ബൈ അഡ്ജസൻറ്റ് സൈഡ് 5 ആണ് വരിക. അങ്ങനെ വരിക. മൊത്തം 10 ആണെങ്കിൽ ഇത് വരെ എത്രയായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ, അതായത് H ബൈ 5. അപ്പോൾ tan 54ന്റെ വാല്യൂ 1.3764 = H ബൈ 5. ബൈ 5 ഇപ്പോഴത്തേക്ക് പോകുമ്പോൾ × 5. 1.3764 × 5 = 8. രണ്ടും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 6.882 എന്ന് നമുക്ക് എന്ത് കിട്ടി? ഹൈറ്റ് കിട്ടി, അതായത് ഉയരം കിട്ടി. ഇനി ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക. എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ് സമം ½ × B എത്രയാണ്? മൊത്തം 10 × 6.882 എന്ന് കിട്ടി. അപ്പം ഞാൻ എന്താ ചെയ്തെടുക്കണത്? ഈ 6.882ന്റെ പകുതി എടുത്തു. എത്രയാണ്? 3.441. അതിനെ 10ആയിട്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 34.41 കിട്ടി. അപ്പോൾ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടി. എത്രയാണ്? 34.41. അപ്പം നമുക്ക് ഏരിയ ഓഫ് റെഗുലർ പെൻഡഗൺ, സമപഞ്ചഭുജത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഒരു ട്രയാങ്കിളിന്റെ അറിയാം. ഇവിടെ എത്ര ഉണ്ട്? 5 എണ്ണം. അപ്പോൾ അതിനെ ഈ 34.41നെ 5ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 172.05 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഏരിയ കിട്ടും. ഇതാണ് ഈ ഭാഗത്ത് വരുന്ന 5 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഒരു ഭാഗം കൂടിയാണ് ചെയ്യാനുള്ളത്. അത് അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം. അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബായ്.